തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന മോഷണ ശ്രമങ്ങളെയും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾക്കിടയിൽ കരമനയിൽ നടന്ന ബൈക്ക് മോഷണ കേസിലെ പ്രതികളുടെ അറസ്റ്റ് പോലീസിന്റെ കാര്യക്ഷമതയുടെയും ആധുനിക അന്വേഷണ രീതികളുടെയും വിജയമായി കണക്കാക്കാം. കഴിഞ്ഞ മാസം 27-ന് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കരമന സ്വദേശികളായ 3 യുവാക്കളെയാണ് തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെ കരമന പോലീസ് അറസ്റ്റ് ചെയ്തത്. കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി ഈ സംഭവം യുവാക്കൾക്കിടയിലെ കുറ്റവാസന, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, നിയമപാലനത്തിലെ വെല്ലുവിളികൾ എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് കരമന സ്വദേശിയായ പരാതിക്കാരന്റെ ബൈക്ക് മോഷണം പോയത്. മോഷണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കരമന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം കേസുകളിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്ന പ്രത്യേക സംഘമായ തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെ സഹായം പോലീസ് തേടി. മോഷണം നടന്ന പ്രദേശത്തെ മോഷ്ടാക്കൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള വഴികളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രാഥമിക അന്വേഷണം. കുറ്റകൃത്യം നടന്നതിന്റെ സമയവും മോഷ്ടാക്കളുടെ രൂപവും യാത്രാമാർഗവും മനസ്സിലാക്കാൻ CCTV ദൃശ്യങ്ങൾ പോലീസിന് നിർണായകമായി. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായം ലഭ്യമല്ലാതിരുന്ന കാലത്തും ഇത്തരം കേസുകൾ തെളിയിക്കാൻ പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇന്ന് നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും ഇടവഴികളിലും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ കുറ്റവാളികളെ തിരിച്ചറിയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അന്വേഷണത്തിനൊടുവിൽ കരമന സ്വദേശികളായ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരമന താമരത്തു വീട് അനുരാഗ്, കരമന NSS കരയോഗത്തിന് സമീപം വീട്ടിൽ പ്രവീൺ കുമാർ, കരമന സൗത്ത് കാലടി പുണർത്തം വീട്ടിൽ നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും യുവാക്കളാണെന്ന വസ്തുത യുവതലമുറയ്ക്കിടയിൽ കുറ്റകൃത്യ വാസന വർദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു. അറസ്റ്റിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസിന്റെ വിജയകരമായ പരിസമാപ്തിയിൽ CCTV ദൃശ്യങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആധുനിക ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുകളിൽ CCTV ദൃശ്യങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവയ്ക്ക് കോടതിയിൽ വലിയ നിയമ സാധ്യതയുമുണ്ട്. മോഷണം നടന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രമല്ല, പ്രതികൾ ബൈക്കുമായി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഇത് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു. ഒരു സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അടുത്ത ക്യാമറയുടെ പരിധിയിലേക്കുള്ള മോഷ്ടാക്കളുടെ നീക്കം സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. ഇത് അവരെ പിന്തുടർന്ന് കണ്ടെത്താനും പോലീസിന് സഹായകമായി. CCTV ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ സമയം പാഴാക്കാതെ പ്രതികളെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു. ഡാൻസ് ഓഫ് ടീമിന്റെ പങ്കാളിത്തവും ഇവിടെ ശ്രദ്ധേയമാണ്. പ്രത്യേക പരിശീലനം ലഭിച്ച ഈ ടീം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളിലും കുറ്റകൃത്യങ്ങളിലും പ്രത്യേക രീതികൾ പഠിക്കുന്നതിലും വൈദഗ്ധ്യമുള്ളവരാണ്. സാധാരണ പോലീസിംഗ് ജോലികൾക്കപ്പുറം ഇത്തരം പ്രത്യേക കേസുകൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘങ്ങളുടെ സഹായം കേസുകൾക്ക് വേഗത നൽകുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മോഷണം ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഈ കേസിൽ ബാധകമാകുന്ന പ്രധാന വകുപ്പുകൾ ഇവയാണ്. IPC സെക്ഷൻ 379 പ്രകാരമാണ് മോഷണക്കുറ്റം ചുമത്തുന്നത്. ഏതൊരാളുടെയും കൈവശമുള്ള വസ്തു ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ആ വ്യക്തിക്ക് നഷ്ടം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നീക്കം ചെയ്യുന്നതിനെയാണ് മോഷണം എന്ന് നിർവചിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ബൈക്ക് പോലുള്ള ഒരു വാഹനം മോഷ്ടിക്കുമ്പോൾ ഈ വകുപ്പാണ് പ്രധാനമായും ചുമത്തുന്നത്. ഈ കേസിൽ 3 പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ അവർക്ക് മോഷണം നടത്താൻ പൊതുവായ ഉദ്ദേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോഷണത്തിനായി മുൻകൂട്ടി ഗൂഢാലോചന നടത്തി എന്നുള്ള വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിൽക്കുകയോ സഹായിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ IPC 34 പ്രകാരം എല്ലാവർക്കും ഒരേ ശിക്ഷ ലഭിക്കാൻ കാരണമാകും. പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് പതിവ്. പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നത് വരെ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്ന നടപടിയാണിത്. നിയമപരമായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുന്നത് വരെ പ്രതികൾ നിരപരാധികളായി കണക്കാക്കപ്പെടുമെങ്കിലും പോലീസ് ശേഖരിച്ച തെളിവുകളുടെയും കേസിന്റെ ഗൗരവത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിമാൻഡ് നടപടികൾ സ്വീകരിക്കുന്നത്. ഈ കേസ് ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങളും വളരെ പ്രധാനമാണ്. അറസ്റ്റിലായ 3 പ്രതികളും 21-നും 23-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, വേഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം, തൊഴിലില്ലായ്മ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ നയിച്ചേക്കാം. മോഷണം മുതൽ വിറ്റ് ലഭിക്കുന്ന പണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ലഹരി വാങ്ങുന്നതിനോ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി ഇതിനെ കാണാം. ഇത്തരം മോഷണങ്ങൾ വർദ്ധിക്കുന്നത് പൊതുജനങ്ങളിൽ സുരക്ഷാ ഭീതി ഉണ്ടാക്കുന്നു. തങ്ങളുടെ സ്വത്ത് സുരക്ഷിതമല്ലെന്ന തോന്നൽ ജനജീവിതത്തെ ബാധിക്കും. പ്രത്യേകിച്ചും വാഹനങ്ങൾ നഗരവാസികളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായതിനാൽ വാഹന മോഷണം ആശങ്കാജനകമാണ്.
നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വാഹനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് അത് മറികടക്കാനുള്ള പുതിയ വഴികൾ കുറ്റവാളികളും കണ്ടെത്തുന്നു. ഈ കേസിൽ ബൈക്ക് മോഷ്ടിച്ചത് എങ്ങനെയെന്നും പ്രതികളുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. മോഷ്ടിച്ച വാഹനം പൊളിച്ച് വിൽപ്പന നടത്തുകയാണോ അതോ മറ്റു കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുജനങ്ങളുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ശക്തമായ നടപടികളും ആവശ്യമാണ്. രാത്രികാലങ്ങളിലും പുലർച്ചകളിലുമുള്ള പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നത് മോഷണ ശ്രമങ്ങൾ തടയാനും സഹായിക്കും. കൂടുതൽ പ്രധാന സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക. കൂടാതെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ പോലുള്ള ന്യൂനത സംവിധാനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ തങ്ങളുടെ വാഹനങ്ങളിൽ ആധുനിക ലോക്കിംഗ് സംവിധാനങ്ങൾ, GPS ട്രാക്കറുകൾ, അധിക സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കാനും ശ്രദ്ധിക്കണം. യുവതലമുറയെ കുറ്റകൃത്യങ്ങളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നല്ല ജീവിത രീതിയെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടതും അത്യാവശ്യമാണ്. കരമന ബൈക്ക് മോഷണ കേസിലെ 3 പ്രതികളുടെ അറസ്റ്റ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സമയോചിതവും കാര്യക്ഷമവുമായ ഇടപെടലിന്റെ ഫലമാണ്. ഡാൻസ് ഓഫ് ടീമിന്റെ സഹായവും CCTV ദൃശ്യങ്ങളും ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ കേസ് യുവാക്കൾക്കിടയിലെ കുറ്റകൃത്യ വാസന എന്ന വലിയ സാമൂഹിക പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. കേസിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ പൊതുസമൂഹത്തിൽ നിയമത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഒപ്പം നഗരത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരയിടുന്നു. നിയമപാലകരുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും സുരക്ഷിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും സാധിക്കുകയുള്ളൂ.